ഓക്കെ ഓക്കെ. വീഡിയോ റെഡിയാണ് സാർ. വീഡിയോ റെഡി ആണല്ലോ സാർ അല്ലേ? ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെരി വെരി ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നല്ലൊരു സുപ്രഭാതം എല്ലാവർക്കും നേരെയാണ്. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുമിച്ച് കൂടാൻ പറ്റി. ദൈവത്തിനോട് നന്ദി പറയാതെ നമുക്ക് തുടങ്ങാൻ പറ്റൂല. കാരണം അത്രയും വലിയൊരു രീതിയിലാണ് ഈ ഒരു ഓർഗനൈസേഷനും നമ്മുടെ ടീമും നമ്മുടെ ബിസിനസ്സും മൊത്തത്തിൽ ഓൾ ഓവർ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അത് ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മനസ്സിലാവൂല, എത്ര മതിയാവാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഐഫ്ലേസ് മീറ്റിൽ ഒരുമിച്ച് കൂടാൻ പറ്റി. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സെഷനിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നതും. അപ്പൊ ഓരോ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഓരോ ലീഡേഴ്സ് വന്നിട്ട് ഒരു കോള് വന്നു. ഓരോ ലീഡേഴ്സ് നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഡെയിലി എന്നുള്ള ലെവലിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്കാണ് ഓരോ ദിവസവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പേര് രഘുനാഥ് എന്നാണ്. കുറച്ച് ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും, പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പരിചയപ്പെടുത്താണ്. വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് പുത്തൂർപ്പള്ളിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. പ്രൊഫഷണലി ഞാൻ ജോലി എന്ന് പറയുകയാണെങ്കിൽ വിദേശത്തായിരുന്നു അധിക സമയം. വിദ്യാഭ്യാസം ഒരു പ്രീ ഡിഗ്രി ഇടയ്ക്ക് വെച്ച് നിർത്തി. പിന്നെ നമ്മുടെ സ്വന്തമായിട്ട് കാർപ്പൻട്രി ഫാമിലി ആയിരുന്നു. കുറച്ച് സമയം കാർപ്പൻട്രി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്ന് പിന്നെ ഇവിടെ നിന്നിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു രീതിയിലാണ് വിദേശത്തേക്കുള്ള ഒരു യാത്ര തുടങ്ങിയത്. അവിടെ പോയിട്ട് ഒരുപാട് പ്രൊഫഷണലുകൾ മാറി മാറി ചെയ്ത് പിന്നെ ലാസ്റ്റ് ഒരു ലോജിസ്റ്റിക് ടീമിൽ ക്യാപ്റ്റനായിട്ട് നിന്ന് അങ്ങനെ കോവിഡിന്റെ ഒരു തുടക്ക സമയത്താണ് ജോബ് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, നാട്ടിൽ ഒതുങ്ങി കൂടാന്നുള്ള ഒരു തീരുമാനമായിട്ട് ഇവിടെ നാട്ടിൽ വന്നത്. അങ്ങനെയുള്ള സമയത്ത് നാട്ടിൽ വന്ന് നാട്ടിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കോവിഡ് ഇവിടെ ആകെ പരന്ന് മൊത്തം പ്രശ്നമായിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ പിക്കപ്പ് വാൻ എടുത്തിട്ട് ഓട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ തൊട്ട അയൽവാസിയായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഗോയിങ് STC ലീഡർ ആയിട്ടുള്ള റാഫി സാറ് ഇങ്ങനെ ഒരു അവസരമായിട്ടല്ല എനിക്ക് പറഞ്ഞത്. വീട്ടിൽ വന്ന് ഇന്നത്തെ പോലെ നമ്മള് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരു മീറ്റിംഗ് ഒന്നല്ല ഉണ്ടായിട്ടുള്ളത്. അയൽവാസി എന്നുള്ള ഒരു ലെവലിലെ ആള് പിന്നെ വീട്ടിൽ വന്ന് കൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി തന്ന ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഇല്ലിയ സാർ ഉണ്ടായിനി. കോമൺ ആയിട്ട് ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചും കുറച്ച് കാര്യങ്ങള് പിന്നെ ഇൻഡിവിജ്വലി എഫേർട്ട് എടുത്തിട്ട് നമുക്ക് ജീവിതത്തിലൊന്നും എവിടെ എത്താൻ പറ്റില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷെ ഇൻഡിവിജ്വലി എഫേർട്ട് എടുത്തിട്ട് നമുക്ക് എത്താൻ പറ്റില്ല എന്നുള്ള കാര്യമൊന്നും എന്റെ മൈൻഡിൽ കയറിയില്ല. പക്ഷെ ഹെൽത്ത് നല്ല രീതിയിൽ കെയർ ചെയ്യണം, നല്ല ഫുഡ് കഴിക്കണം, നല്ല എക്സസൈസ് ഒക്കെ ചെയ്യണം, നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണം എന്നുള്ള ഒരു കൂട്ടത്തിലാണ് ഞാനുള്ളത്. ഇന്നിപ്പോ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ രാവിലെ ഞങ്ങളുടെ നാട്ടിൽ യോഗ നടക്കുന്നുണ്ട്. യോഗ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ അങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇപ്പോ MC ആയിട്ട് ഇല്ലിയ സാർ എന്ന് വിളിച്ച സമയത്ത് തന്നെ രാവിലെ നേരത്തെ വന്ന് എക്സസൈസ് കഴിഞ്ഞ് ഈ ഒരു പ്രോഗ്രാമിൽ കയറിയിട്ടുള്ളതാണ്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് ഇങ്ങനെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതിന്റെ ഒരു തോട്ട് വിചാരിച്ചിട്ട് നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം, ഭക്ഷണം കാര്യങ്ങളൊക്കെ പോഷകങ്ങളുള്ള കഴിക്കണം എന്നുള്ള ഒരു ലെവലിലുള്ള ഒരു യാത്രയിലാണ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലിബഗെയിന് ഇങ്ങനത്തെ കുറെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഉപയോഗിച്ചത്. അങ്ങനെ ഒരു മാസം ഉപയോഗിച്ചപ്പോ ഉണ്ടായ ഒരു റിസൾട്ട് ആണ് ഇന്നത്തെ നമ്മുടെ കോട്ടക്കൽ ഇന്നിപ്പോ നമുക്ക് GTS ആയി മാറിയിട്ടുള്ളത്. അന്ന് കോട്ടക്കൽ BOP അന്ന് ആ BOP അറ്റൻഡ് ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുറച്ച് സമയം ഇതൊരു കൺഫ്യൂഷനോടെ കണ്ട് പിന്നീടാണ് ഈ ഐഫ്ലേസ് മീറ്റ് ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇത് ഇങ്ങനത്തെ ഒരു ബിസിനസ് അല്ല, നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ബിസിനസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ ക്യാഷ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവാണ് തീരുമാനം എടുത്തിട്ട് ഇന്ന് ശക്തമായിട്ട് ടീമിന്റെ കൂടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഞാൻ പ്രൊഫഷനൊക്കെ മാറി ഫുൾ ടൈം എനിക്ക് ഫോക്കസ് കിട്ടാത്തൊരു അവസ്ഥയിൽ ഫുൾ ടൈം ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം. അപ്പോ ഇതിൽ ഈ ഒരു ഇന്നെ വാക്ക് കേൾക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ ഐഫ്ലേസ് പ്രോഗ്രാമിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമുക്ക് ഒരു ലീഡർ നമ്മളെ കൂടെ എത്തുന്നത്. മറ്റാരുമല്ല, നമ്മുടെ റീജിയണൽ ടീം കോർഡിനേറ്ററുള്ള ഇല്ലിയ സാറാണ്. ഇല്ലിയ സാർ വീട് ചെമ്മാടാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ടാണ് ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടീമിന് വേണ്ടിയിട്ട് കാര്യങ്ങളുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ ടൈമാണ്, വിലപ്പെട്ടതാണ്. ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും അൽത്തഫ് സാറ്, നമ്മുടെ റാഫി സാറ്, നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിഷ്ര മാഡം, ഒരുപാട് ടീമിന് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അവസരത്തില് കൃതജ്ഞത നേരപ്പെടുത്താണ്. കൂടുതൽ ടൈമിങ് നടക്കുന്നില്ല, കാരണം ഇന്നത്തെ ടൈം നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഇല്ലിയ സാർക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്ക്രീനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്.
നല്ലൊരു ഓൺലൈൻ ക്ലാപ്പോട് കൂടി നമുക്ക് ഇല്യാസ് സാർ ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം ഇല്യാസ് സാർ ഓൺ ദ സ്ക്രീൻ. ഓക്കെ, സൗണ്ട് റെഡി അല്ലേ? റെഡിയാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇയർഫോൺ ഒന്ന് ഒഴിവാക്കിയിട്ട് നോക്കുമ്പോ സൗണ്ട് റെഡി ആണെന്ന് പറയണേ. ഓക്കെ, ഇപ്പൊ എന്താ സൗണ്ടിന്റെ ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി ഉണ്ടല്ലോ. ഇയർഫോണിന്റെ ആവശ്യമില്ല. ഇല്ല. ഒന്നുകൂടെ ജസ്റ്റ് നോക്കണേ. ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതാണോ ക്ലിയർ? മറ്റേതാണോ ക്ലിയർ? നിങ്ങൾ ഇയർഫോൺ ഇല്ലാതെ ഒന്ന് പറയും. ഓക്കെ, ഒരു മിനിറ്റ് സാറേ, ഏതാണ് കൺവീനിയന്റ് സാറിന് അത് ഉപയോഗിച്ചാൽ മതി. രണ്ടും ക്ലിയർ ആണ്. ക്ലിയർ കൂടുതലാണോ? കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ല. ഡിഫറൻറ്റ് ഒന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പൊ ഇയർബഡ്സ് ഇല്ലാത്തതാണ് എനിക്കും നല്ലത്. ക്ലാരിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വണ്ടർഫുൾ. ഗുഡ് മോർണിംഗ് എല്ലാ ആളുകളെയും ഈ ഒരു ഐഫ്ലസ് മീറ്റിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ്. എന്റെ പേര് ഓൾറെഡി രഘുനാഥ് സാർ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇല്യാസ് ഒരു കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ട്, ഓൾ കേരള സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരുന്നത് അൽത്താഫ് സാറുടെ ടീമാണ്. ആ സമയത്ത് ശക്തമായിട്ട് ഏറ്റെടുത്തു. ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. തീർച്ചയായിട്ടും ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ന് വളരെ ശക്തമായിട്ട് ലൈഫ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ടീമും അതുപോലെ തന്നെ ഇപ്പം രഘുനാഥ് സാറിനെ പോലത്തെ വളരെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രഘുനാഥ് സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഈ ഒരു ബിസിനസ്സിൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ പിന്നിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. തീർച്ചയായിട്ടും നമുക്കത് കാത്തിരുന്ന് കാണാം. ഓക്കെ, ഇന്ന് എന്റെ സെഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് പുതിയതായിട്ട് വന്നുള്ള ആളുകൾക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് പറയാനും അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയും കഴിവൊക്കെ സിട്ടാവ് തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, ഈ പിടി ഒന്നുമില്ല, ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാണ്. അപ്പൊ കണ്ണ് ജസ്റ്റ് ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോ തീർച്ചയായിട്ടും നമുക്കറിയാം വേൾഡ് വളരെ ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നമുക്ക് കൂടുന്നില്ല. ലൈഫ് സ്റ്റൈലൊക്കെ വളരെ ശക്തമായിട്ട് വേൾഡിലെ എല്ലാ സാധാരണക്കാരനും പാവപ്പെട്ടവനൊക്കെ ഇന്ന് വലിയ റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ വരുമാനം വരുന്നില്ല. അപ്പൊ പല രീതിയിൽ ലോൺ കമ്പനികൾ അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കമ്പനികളൊക്കെ വലിയ രീതിയിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവനും വലിയ ശതമാനം സാധാരണക്കാരനും ഇന്ന് അത്തരത്തില് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ കമ്പനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ക്ലിയർ ആണോ? ക്ലിയറാ. ഓക്കെ, നിങ്ങളൊന്ന് മ്യൂട്ട് ആക്കിയോളെ നന്നാവും. ഹലോ, ഓക്കെ. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഫിനാൻഷ്യൽ കമ്പനികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിലുള്ള അവസരങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. നമുക്ക് സംഭവം ലോകത്ത് വരുന്ന മാറ്റത്തിനനുസരിച്ച് നമുക്ക് വലിയ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ വേണം. പക്ഷെ ആ ലൈഫ് സ്റ്റൈലിനനുസരിച്ച് നമ്മുടെ വരുമാനവും വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ഒരു കാലത്ത് ലക്ഷറി ആയിരുന്ന ഉൽപ്പന്നങ്ങളും എല്ലാം ഇന്ന് സാധാരണക്കാരനും പാവപ്പെട്ടവനും വാങ്ങുന്ന സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടുന്നില്ല. ഗവൺമെന്റ് അവസരങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ ഇന്ന് എന്താ പറയാ ഡിഗ്രി കഴിഞ്ഞിട്ടും MBA കഴിഞ്ഞിട്ടും അത്തരത്തിലുള്ള എല്ലാ ഡിഗ്രി കഴിഞ്ഞിട്ടും ഇങ്ങനെ എന്താ പറയാ നടക്കുകയാണ്. അവർക്കൊന്നും ജോലി ഇല്ല. ഇനി ജോലി ഉണ്ടെങ്കിൽ തന്നെ ചെറിയ സാലറി കാര്യങ്ങളൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ അത് സ്വീകരിക്കാൻ ആളുകൾ തയ്യാറല്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ, ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റികൾ, പ്രത്യേകിച്ച് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇന്ന് വേൾഡിൽ തന്നെ വളരെ ശക്തമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കമ്പനിയിലോട്ട് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മുടെ നല്ല രീതിയിലുള്ള നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് വലിയ രീതിയിലുള്ള ഡ്രീമുകളെ അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് നമ്മൾ കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും എഫേർട്ട് ഇടുന്നത്.
അപ്പൊ അത്തരത്തില് അതിനു വേണ്ടിയിട്ട് ഡയറക്ട് സെല്ലിങ്ങിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലോട്ട് കടന്നു വരുമ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും കമ്പനി ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ ആളുകളും കസ്റ്റമർ ആവുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ റോൾ എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് കസ്റ്റമർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മൾ എന്തിന് കസ്റ്റമർ ആയിട്ട് മാറണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു സിസ്റ്റം തന്നെ ഒരു വ്യക്തി ബിസിനസ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അദ്ദേഹം പ്രോഡക്റ്റ് യൂസ് ചെയ്യാനാണ്. അതല്ല ബിസിനസ് ഏറ്റെടുത്ത് വരുന്ന ആളുകൾ, പല ആളുകളും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ കൂടെ മുഴുവനായിട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോവാറില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഒഴിവാക്കിയിട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെയോ ഉൽപ്പന്നങ്ങളുണ്ടോ അത് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറിയാൽ മാത്രമാണ് നമുക്ക് നേരായ രീതിയിൽ ഡയറക്ട് സെല്ലിംഗ് നമുക്ക് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് 2-3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയിൽ നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വെൽനസ് പ്രൊഡക്റ്റുകളാണ്. നമ്മളെ വീട്ടില് ഒരു കാലത്ത് അസുഖങ്ങൾ, നമ്മുടെ നാട്ടില് അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. ആ കുറവുള്ള കാലം എന്ന് പറയുന്നത് അന്നത്തെ ജീവിത രീതി എന്ന് പറയുന്നത് വളരെ നാച്ചുറലായിട്ട് ഇണങ്ങിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു. പല ഹെൽത്ത് മീറ്റിലും പ്രസന്റ് ചെയ്യുന്ന ഒരു 1-2 പോയിന്റുകൾ പറയും. ഇപ്പൊ പണ്ട് കാലത്ത് നമ്മൾ പാത്രം കഴുകുന്ന രീതി എന്തായിരുന്നു? വെണ്ണീർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ വായല ജസ്റ്റ് ഓരോ ദിവസവും നമ്മളിങ്ങനെ ഊർന്നെടുത്തിട്ട് അതുകൊണ്ടും അതുപോലെ തന്നെ ചകിരിത്തുപ്പ് കൊണ്ടൊക്കെ കഴുകിയ ഒരു കാലം ഉണ്ടായിരുന്നു. ചില വീടിന്റെ ഒക്കെ അടുക്കള ഭാഗത്തൂടെ പോകുമ്പോൾ ദിവസങ്ങളും മാസങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ വായലൊക്കെ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടാവും, ഉണങ്ങി പിടിച്ച് കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഈ FMCG ഒരു റെവല്യൂഷൻ, അതൊരു സൈലന്റ് റെവല്യൂഷൻ ആയിട്ട് വന്നതാണ്. FMCG ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്ന ഒരു മേഖല വളരെ ശക്തമായിട്ട് വളർന്നു. അത് വളർന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു മിനിറ്റ്, ഞാന് ഓൾറെഡി നമ്മുടെ കോട്ടയത്താണുള്ളത്. എന്റെ കൂടെ ഇവിടുത്തെ ഏരിയ സെയിൽസ് മാനേജർ ഉണ്ട്. അദ്ദേഹം ബെഡിൽ കിടക്കാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചത്, അത് എണീക്കണോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോറിയാ സാർ, എണീക്കണ്ടോ? ഓക്കെ ഓക്കെ, എന്റെ തൊട്ട ബാക്കിൽ ബെഡാണ്. ഓക്കെ, അപ്പോ പറഞ്ഞുകൊണ്ടുവന്നത് FMCG റെവല്യൂഷൻ അതിശക്തമായിട്ട് ഇന്ന് വളർന്നു കഴിഞ്ഞു. ഈ വളർച്ച എന്താ ഇവിടെ നാട്ടിൽ മാറ്റം വരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലുകൾ ആളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ യൂസ് ചെയ്യുന്നുണ്ടാകുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത് ഇനി നമ്മള് ഡിഷ് വാഷ് അല്ലെങ്കിൽ ഡിഷ് ലിക്വിഡ് ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സംഭവങ്ങളിലോട്ട് ഇന്ന് പ്രായമുള്ള ആളുകൾ പോലും മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളെ കൂടെ ജീവിക്കുന്ന പ്രായമുള്ള ആളുകളോട് ചോദിക്കാണ് നമ്മള്, ഇനി നിങ്ങൾക്ക് വെണ്ണീർ വേണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പഴയകാലം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ വേണമെന്ന് വെച്ചാൽ അവർക്ക് പോലും എന്ത് വേണ്ട, ഇത്തരത്തിലുള്ള സാധനം വേണ്ട. ഇനി പേഴ്സണൽ കെയറിൽ പണ്ട് നമ്മൾ ഉമ്മിക്കരി പോലത്തെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ട് പല്ലിനെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാവിന്റെ ഇലൊക്കെ പൊടിച്ചിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത് ടൂത്ത് പേസ്റ്റിലോട്ട് മാറി. ഈ മാറിയതൊക്കെ മുഴുവനും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ, മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കെമിക്കൽ ആയിരുന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു കണ്ടീഷനിൽ, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലും മനുഷ്യന്റെ പല്ലായിക്കോട്ടെ അല്ലെങ്കിൽ ശരീരമായിക്കോട്ടെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്തിട്ട് പല രീതിയിലുള്ള ഡാമേജുകൾ ഉണ്ടാകുന്ന ഒരു സമയത്താണ് വെൽനസ് റെവല്യൂഷനായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനി നൂറുകണക്കിന് പ്രോഡക്റ്റുകൾ മനുഷ്യ ശരീരത്തിനും പ്രകൃതിക്കൊക്കെ വളരെ ഇണങ്ങുന്ന രീതിയിലുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കാൻ തുടങ്ങുന്നു. അപ്പൊ ഈ വെൽനസ് പ്രൊഡക്റ്റിലോട്ട് നമ്മൾ മാറുന്നു. പഴയ ഒരു അവസ്ഥയിലോട്ട് വെൽനസ് റെവല്യൂഷൻ അല്ലേ, അതുകൊണ്ട് ഇനി വെണ്ണീറിലോട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനത്തിലോട്ടും താളിയിലോട്ടും മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയാ മഞ്ഞൾ വരുത്തിയിട്ടും അല്ലെങ്കിൽ രക്തചന്ദനം വരുത്തിയിട്ടൊക്കെ മുഖത്ത് തേക്കുന്ന അതിനൊന്നും നമുക്ക് സമയമില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യണ്ടേ? പ്രകൃതിക്കും മനുഷ്യനും വളരെ ഇണങ്ങുന്ന രീതിയിലുള്ള ഹാനികരമല്ലാത്ത രീതിയിലുള്ള ഉൽപ്പന്നങ്ങള് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ന വ്യക്തി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് അതൊരു ബിസിനസ്സും സെയിലാക്കി മാറ്റുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ തിരിച്ചറിയുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കസ്റ്റമർ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏത് തരത്തിലുള്ള ആളുകളിലാണ്
ലെവലിലോട്ടാണ് ഈ ബിസിനസ്സും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളും എത്തിക്കേണ്ടത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന് മുന്നേ നമുക്കറിയാം 1-2 പോയിന്റുകളോട് പറയാണ്. വെൽനസ് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന FMCG അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസിന്റെ അപ്പുറത്തേക്ക് നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇന്റേണൽ ഹെൽത്ത്, നമ്മുടെ ഓർഗൻസിന്റെ ഹെൽത്തിനൊക്കെ കെയർ ചെയ്യാവുന്ന ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ ഇന്ന് നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഒരു കണ്ടീഷനിലാണ് ഞാൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന ഭക്ഷണ രീതിയേ അല്ല ഇന്ന്. പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് പാടവരമ്പത്ത് കൂടെ നടന്നു പോകുമ്പോൾ കൃഷി ചെയ്യുന്ന രീതി, ചാണകവും വെണ്ണീർ ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരു കൃഷി ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ പാടത്ത് മിക്സ് ആക്കുന്ന അങ്ങനെ നെല്ല് നടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലൊക്കെ മാറി. ഇന്ന് നമ്മൾ അങ്ങനത്തെ എത്ര കാഴ്ച നമ്മൾ കാണാറുണ്ട്. മുഴുവനായിട്ടും രാസവളങ്ങളും രാസകീടനാശിനികളും നമ്മളെ സംസ്ഥാനം നിരോധിച്ച മരുന്ന് കെമിക്കൽസുകളും പെസ്റ്റിസൈഡ്സ് പോലും മറ്റുള്ള സംസ്ഥാനങ്ങൾ യൂസ് ചെയ്തിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് കഴിച്ചിട്ട് നമ്മുടെ ശരീരം എല്ലാ ദിവസവും ദൈനംദിനം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരം. അതാണ് നമ്മുടെ ആരോഗ്യം. ഈ കെമിക്കൽസും ഇത്തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള രാസവളവും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും എങ്ങനെ ജീവിക്കും, എങ്ങനെ ഹെൽത്തി ആയിട്ട് ജീവിക്കും? അതിന്റെ ഏറ്റവും വലിയ എന്താ പറയാ റിസൾട്ട് ആണെന്ന് മാർക്കറ്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ മുഴുവനും വളർന്നുകൊണ്ടിരിക്കുക. ഏത് ടൗണിൽ ഏത് ചെറിയ ടൗണിൽ പോയാലും ഹോസ്പിറ്റലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ക്ലിനിക്കുകളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, ലാബുകളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പല ആളുകളും ഹെൽത്ത് കെയർ ആണെന്നുള്ള അല്ലെങ്കിൽ ഹെൽത്ത് സംരക്ഷിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ 6 മാസം കൂടുമ്പോഴും 3 മാസം കൂടുമ്പോഴും നമ്മൾ ബ്ലഡ് ചെക്കപ്പ് അല്ലെങ്കിൽ ശരീരം നമ്മളെ ബോഡി ചെക്കപ്പ് നടത്തുക. അയാൾ എന്ന് മുതലാണ് മെഡിസിൻ കഴിക്കണ്ടേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അവർ ഈ പറയുന്ന ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുക. ആരോഗ്യം കെയർ ചെയ്യുന്ന ന്യൂട്രീഷ്യൻസും എക്സസൈസും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഒക്കെ നിലനിർത്തിയിട്ട് ഒരാൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായിട്ടുള്ള ആരോഗ്യം ആ വ്യക്തിക്ക് നിലനിൽക്കുള്ളൂ. പല ആളുകളുടെ ധാരണ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, എക്സസൈസ് ചെയ്താൽ ജിമ്മിന് പോയാൽ ആരോഗ്യമായി എന്നുള്ള തോന്നലാണ്. അത് വെറും മിഥ്യാധാരണയാണ്. അതിന് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, എത്രയോ ആളുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എക്സസൈസിന്റെ ഇടയിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ മെലിഞ്ഞിട്ട് 6 പാക്ക് ഒക്കെ ഉള്ള ആളായിരിക്കും, പക്ഷെ എന്താണ് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു അവസ്ഥ. കാരണം എന്താ, നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു 25% ശരിക്കും എക്സസൈസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരം നിൽക്കുന്നുള്ളൂ. 50% നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകളുടെ നേരായ പ്രവർത്തനങ്ങൾ നടന്നാലല്ലേ ബാക്കിയുള്ള എക്സസൈസും മെന്റൽ ഹെൽത്തൊക്കെ ഉള്ളൂ. ഇവിടെ കോടാനുകോടി സെല്ലുകൾ ഡെയിലി നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അസംസ്കൃത വസ്തുവായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മുടെ ശരീരത്തിന്റെ നേരായ പ്രവർത്തനം നടക്കാനുള്ള ന്യൂട്രീഷൻസ് കിട്ടണം. അത് എവിടുന്ന് കിട്ടുന്നു? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എങ്ങനെ കിട്ടുന്നു? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഓരോ ദിവസം ഞാൻ ഇന്ന് എന്ത് കഴിച്ചു നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? വൈകുന്നേരങ്ങളിലുള്ള സ്നാക്സും ഷോപ്പുകളും നിറഞ്ഞിരിക്കുക നാട്ടിൽ. ഒരു സംശയം വേണ്ട, ഈ നിറഞ്ഞ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ അവസരമാണ്. ജനങ്ങൾ ഇന്നും നേരായ രീതിയിലുള്ള ബോധത്തിലല്ല. നമ്മൾ നല്ല രീതിയിൽ ഹെൽത്തും ന്യൂട്രീഷൻസും പറയാൻ തയ്യാറാണെങ്കിൽ ജനം പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിക്കാൻ തയ്യാറാണ്. നമ്മുടെ പ്രസന്റേഷൻ വളരെ പ്രധാനമാണ്. നമ്മൾ പ്രസന്റേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരിക്കണം. നമുക്ക് പ്രൊഡക്റ്റ് നോളജ് വേണം. പ്രൊഡക്റ്റ് നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ഉൽപ്പന്നം എന്താണെന്നും യഥാർത്ഥത്തിൽ ഏത് രീതിയിലാണ് അത് കഴിക്കേണ്ടതെന്ന്, കഴിച്ചാലുള്ള ബെനിഫിറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരുടെ ധാരണ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങ് പോയിട്ട് പ്രസന്റ് ചെയ്യണം. അവിടെ ഒരു ഡോക്ടറുടെ റോളിലോട്ട് പോവാണ് പല ആൾക്കാരും. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ചാണ് പ്രൊഡക്റ്റ് നോളജ് വളരെ പ്രധാനം. അത് ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് നോളജ് വളരെ പ്രധാനമാണ്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഉൽപ്പന്നങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവിടെ മനസ്സിലാക്കുക, ഇത് കവറിൽ പിടിച്ച് നടന്ന് ചെയ്യേണ്ട ഒരു ബിസിനസ് രീതിയേ അല്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ കമ്പനി അത് അങ്ങനെ ചെയ്യേണ്ടെന്നൊന്നും പറയില്ല. വീടാന്തരം കയറി ഇറങ്ങി നടന്ന് ബിസിനസ് ചെയ്യേണ്ട ഒരു ബിസിനസ്സേ അല്ല ഇത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ആളുകളിലൂടെ നമുക്ക് ചെയ്യേണ്ട ബിസിനസ്സാണ്. ഈ ബിസിനസ്സിൽ ഓൾറെഡി വന്നുള്ള ആളുകൾ ആരായിക്കോട്ടെ, ആ ആളുകൾ ക്വാളിറ്റി ബിൽഡ് ചെയ്യുക. അതല്ലാത്ത വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മളെ ഏറ്റവും ലോ, ഞാൻ പറയുന്ന വേറെ രീതിയിൽ ആരും തെറ്റിദ്ധരിക്കണ്ട, ലോ റേഞ്ചിലോട്ട് ബിസിനസ് കൊണ്ടുപോയിട്ട് ഒരു ഏറ്റവും ടോപ്പ് ലീഡറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരും വിചാരിക്കില്ല.
ലോ റേഞ്ചിലോട്ട് പോകുന്നതിനനുസരിച്ച് ബിസിനസ് വെറുതെ ടൈം നമ്മുടെ ഓരോരുത്തർക്കും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഉള്ള ആളുകളിലോട്ട് ബിസിനസ് കൊണ്ടുപോവുക. അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക പാരഡൈം ഷിഫ്റ്റ് എന്നൊക്കെ പറയും, അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലോട്ട് മാറാൻ തയ്യാറായിട്ടുള്ള ആളുകളിലോട്ട് കൊണ്ടുപോയി കൊടുക്കുക ബിസിനസ്സിന്. ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതല്ലാണ്ട് നമ്മൾ എങ്ങനെങ്കിലും പിടിപ്പിച്ച് ഇയാളിങ്ങനെ ചാർജ് കൊടുത്ത് 2-3 വർഷമായിട്ട് ചാർജ് കൊടുത്തിട്ട് ചാർജ് ആവാത്ത രീതിയിൽ അത്തരത്തിലുള്ള ആളുകളായിട്ട് പോയിട്ട് സമയം കളയില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ ഈ കൊണ്ട് നടന്ന് വിൽക്കുന്ന രീതി എന്ന് പറയുന്നത് മാർക്കറ്റില് മറ്റുള്ള ആളുകൾക്ക് പോലും ഒരു പക്ഷേ ക്വാളിറ്റി ലെവലിൽ, അപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾക്ക് ബിസിനസ്സിലോട്ട് കടന്നു വരാൻ പോലും മടി ഉണ്ടാകുന്ന രീതിയിൽ എത്തിക്കുന്ന ഒരു അവസ്ഥ നമ്മളാരും ചെയ്യരുത്. തീർച്ചയായിട്ടും ഓപ്പൺ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. അപ്പൊ നമ്മളൊരു പ്രൊഫഷണൽ ലെവലില് നല്ല എന്താ പറയാ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഒരാള് ഉൽപ്പന്നമായിട്ട് വരാണ്, ഒരു കവറിൽ തൂക്കി പിടിച്ചിട്ട്, നമുക്ക് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല. അത് ഇന്ന സാധനങ്ങൾ നിങ്ങൾ പേസ്റ്റ് വേണോ, അത് വേണോ, ഇത് വേണോ എന്ന് ചോദിക്കുകയാണ്. നോർമലി നമ്മൾ മനസ്സിലാക്കുക, നമ്മള് ഡോർ ടു ഡോർ ഒരു സെയിൽസിന് വരുമ്പോൾ പൊതുവെ നമുക്ക് നമ്മളെ ഏത് സിറ്റുവേഷനിലാണ് എന്താണെന്നും വരുന്ന ഈ പറയുന്ന സെയിൽസ്മാൻ അറിയില്ല. നമ്മുടെ മൂഡിനനുസരിച്ച് ഇവിടെ ഒന്നും വേണ്ടെന്ന് പറയും. ചിലപ്പോൾ ജസ്റ്റ് എന്താ കാണിച്ചു തരും, വേണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പൺ ആക്കിയിട്ട് എടുത്തു തരും. ഈ സമയത്ത് നമ്മൾ ഈ മൈലൈഫിന്റെ ഉൽപ്പന്നമാണ് ഡോക്ടർ കാണുന്നതെങ്കിൽ പിന്നെ അടുത്ത അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വന്നിട്ട് ഈ ഉൽപ്പന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പിക്ചർ എന്താണ്? അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ഭയങ്കര സംഭവമാണ്, നമുക്ക് അഡീഷണൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അയാളുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു? നമ്മൾ ഇങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ ഇത് എന്തിനാ പറയുന്നത് ചോദിച്ചാൽ, പൊതുവെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോ എന്റെ ബിസിനസ് അല്ല ഞാൻ എങ്ങനെ ചെയ്യാം എന്നുള്ള തോന്നലുണ്ടാവും. പക്ഷെ നിങ്ങളെ ഒരു പാസീവ് ഇൻകം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു ലൈഫ് ടൈം നിങ്ങളുടെ തലമുറകളിലേക്ക് മാറുന്ന രീതിയിലുള്ള ഒരു ബിസിനസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഒരു ക്വാളിറ്റി ലെവലിൽ നിങ്ങൾ ബിൽഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നാടിനെ ഈ ബിസിനസിനെ വേറെ റേഞ്ചിലോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്കും കടന്നു വരാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ നമ്മൾ ബിസിനസ് ബിൽഡ് ചെയ്യാം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ലിസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മളെ കുടുംബക്കാർക്കും നമ്മുടെ അയൽവാസികൾക്കൊക്കെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന രീതിയിൽ നല്ല കസ്റ്റമർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മളെന്ന വ്യക്തി ഏറ്റവും നല്ലൊരു കസ്റ്റമർ ആയിട്ട് മാറുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉൽപ്പന്നങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി ഓപ്പർച്യൂണിറ്റി ആർക്കാ കൊടുക്കണ്ടേ? ഹോപ്പും ഡ്രീമും അംബിഷനും ഒക്കെ ഉള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. അത് ഓൾറെഡി നമ്മൾ നേരത്തെ സംസാരത്തിൽ കടന്നു വന്നതാണ്. അത്തരത്തിലുള്ള ആളുകളിലോട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ചെറിയ സമയം കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ആയിട്ട് ഇത് മാറുള്ളൂ. നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗിൽ വന്നുള്ള ആളുകളായതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും അറിയാം ഇവിടെ ടൈം ലിവറേജ് ആൻഡ് വർക്ക് ലിവറേജ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ ആളുകൾക്കും 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂറാണ് ഒരു ദിവസം വർക്കിംഗ് അവർ കിട്ടുന്നത്. ആ വർക്കിംഗ് അവർ കിട്ടിയിട്ടൊന്നും ലൈഫിൽ വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ കഴിയൂല. വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് ഒന്നും നോർമലി ഉണ്ടാക്കാൻ കഴിയൂല. വലിയ രീതിയിലുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 ലക്ഷം രൂപയുടെ വാഹനോ അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 5,000 സ്ക്വയർ ഫീറ്റിന്റെ വീടോ ആ ലെവലിലോട്ടൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിന്റെ 8 മണിക്കൂറോ 10 മണിക്കൂറോ ഉണ്ടാക്കാൻ കഴിയൂല. ഇനി നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ഡോക്ടറെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകനൊക്കെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനൊക്കെ എടുത്തു നോക്കി നിങ്ങൾ, അവരൊക്കെ അവരുടെ 8 മണിക്കൂർ കൊണ്ട് 10 മണിക്കൂർ കൊണ്ട് എല്ലാം അദ്ദേഹം വരുമാനം ഉണ്ടാക്കുന്നതേ. ഒരു ഹോസ്പിറ്റല് ഒരു ഡോക്ടർ ആണെങ്കിൽ അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ടാവും. അവിടെ ഏകദേശം ഒരു 10 പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ഡോക്ടേഴ്സ് ആണെന്ന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 10 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ 10 ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുക. അപ്പൊ 80 മണിക്കൂർ ക്വാളിറ്റി ഉള്ള ഒരു മണിക്കൂറൊക്കെ ഇദ്ദേഹം മാറ്റുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറുന്നത്. ഒരു അധ്യാപകൻ ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 100 ടീച്ചർമാരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു 100 അധ്യാപകരിലൂടെ 1000 മണിക്കൂറാക്കി മാറ്റാണ് ഒരു ദിവസത്തിനെ. അതുകൊണ്ടാണ് ആ സ്കൂൾ തുടങ്ങിയുള്ള അധ്യാപകന് അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ഒരു മാനേജർക്ക് ആ രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്നത്. ആ രീതിയിലുള്ള ലൈഫ് സ്റ്റൈലുള്ള ടൈം ലിവറേജ് അവിടെ നടക്കുന്നത്, വർക്ക് ലിവറേജ് അവിടെ നടക്കുന്നത്. ഈ ഒരു ഫോർമുല നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗിലോട്ട് കടന്നു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ
നമ്മൾ സാലറിയോ കൂലിയോ കമ്മീഷനോ ഒന്നും കൊടുക്കാണ്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ ഒരു വലിയൊരു നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, വലിയ രീതിയിലുള്ള നല്ല ഒരു ക്വാളിറ്റി ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു പാസീവ് ഇൻകത്തിലോട്ട് ഈ ബിസിനസ് പോകുന്നുണ്ടാവും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തിങ്കിങ് ലെവലൊക്കെ കുറച്ച് ഹൈ ആയിട്ടുള്ള ജീവിതത്തിൽ ഒരു നിലവാരത്തിലോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലോട്ട് നമ്മൾ ബിസിനസ് കൊണ്ടുവന്നാൽ അത്രയും സ്പീഡായിട്ട് ബിസിനസ് ബിൽഡ് ചെയ്ത് പോകും. അതല്ല ഇനി നോർമൽ വന്ന ഒരു സാധാരണക്കാരനും ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പാരഡൈം ഷിഫ്റ്റ് നമ്മൾ തയ്യാറാണ്. ഇതുവരെ ഇല്ലാത്ത ഒരു ചിന്തകളും ഒരു ജീവിത രീതിയും എല്ലാം കൊണ്ടുവന്ന് ഓരോ മണിക്കൂറുകളും നമ്മൾ മാറ്റത്തിന് തയ്യാറാവണം. അങ്ങനെ മാറ്റത്തിന് തയ്യാറായിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യുമ്പോഴാണ് ആ ടീമിനും ആ ഒരു വരാൻ പോകുന്ന വലിയൊരു ടീമിന് മനസ്സിലാവുള്ളൂ, ഇദ്ദേഹം പണ്ട് കണ്ട ഒരാളേ അല്ല, ഇത് വേറെ റേഞ്ചാണ് ഈ മനുഷ്യനായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ, ഒരു മിറാക്കിള് സംഭവിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ഇദ്ദേഹം കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കുന്ന രീതിയിലോട്ട് നമ്മൾ ഓരോരുത്തരും മാറാൻ തയ്യാറാണ്. അങ്ങനെ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് റേഞ്ചിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ പോലും ബിസിനസ്സിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അത് എത്ര ഫാസ്റ്റ് ആക്കുന്നോ അതാണ് യഥാർത്ഥ നമ്മുടെ ബിസിനസ്. അപ്പൊ ആ തിരിച്ചറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ലെവലിലോട്ട് ബിസിനസ് ബിൽഡ് ചെയ്യും. ടൈം ലിവറേജിലൂടെ വലിയ രീതിയിലുള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഓൾറെഡി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നേരത്തെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്, കസ്റ്റമർ വീണ്ടും എന്താ ചെയ്യുന്നത്? കമ്പനിയുടെ സൈഡിൽ നോക്കുമ്പോൾ വീണ്ടും കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മളിലൂടെ കൂടുതൽ കസ്റ്റമറിലോട്ട് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ബിസിനസ് വോളിയായിട്ട് മാറിയിട്ട് അത് ഗ്രൂപ്പ് വോളിയായിട്ട് മാറിയിട്ട് നമ്മുടെ ഇൻസെന്റീവ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, ഈ രീതിയിൽ നമുക്ക് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചിന്തകളെ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, വലിയ ഡ്രീമുകൾ നേടാൻ പറ്റൂല. ചെറിയ ചിന്തകളെ കൊണ്ട് എങ്ങനെ 1 ലക്ഷം 2 ലക്ഷത്തിലോട്ട് വരുമാനം പോവും? വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പം നമ്മളെ സിസ്റ്റം പ്രകാരം, ഇതിനൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം പ്രകാരമേ ഈ ബിസിനസ് നടക്കുള്ളൂ. പല ആളുകളും ഇനി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താ പറയുക, അവര് അവരുടേതായിട്ടുള്ള സ്റ്റൈലിൽ കുറെ കാര്യങ്ങളൊക്കെ പല മേഖലയിലും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും, വർക്ക്ഔട്ട് ആവില്ല. കാരണം എന്താ? ഇതിൻ്റെതായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരമേ ഇത് നടക്കുള്ളൂ. പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും എടുത്തു നോക്കിയേ, നിങ്ങൾ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതൊന്നും സിസ്റ്റം ഇല്ലേ? നമ്മൾ പോലും അറിയാണ്ട് ആ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഒരാൾ ഒരു ഗ്യാസ് സ്റ്റൗവിൽ പാത്രം വെച്ച് ചായപ്പൊടി ഇട്ടതിന് ശേഷം പഞ്ചസാര ഇട്ട് പാലൊഴിച്ച് അങ്ങനെ ഒരാൾ ഉണ്ടാക്കുന്നില്ല. ആദ്യം വെള്ളവും പാലും ഒഴിക്കുന്ന, തിളക്കുന്ന, പിന്നെ പഞ്ചസാരയും ചായപ്പൊടി ഇടുന്നത്. തേയില എന്നാണ് പല സ്ഥലത്തും പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക് മനസ്സിലാവും, ചായപ്പൊടി നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലൊക്കെ പറയാറുള്ളൂ. തേയിലപ്പൊടി ഇടുന്നത് ആണോ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ സിസ്റ്റം തെറ്റിച്ച് നിങ്ങൾക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ആദ്യം തേയില ഇടുന്നു, പിന്നെ വെള്ളം ഒഴിക്കുന്നു, പിന്നെ പഞ്ചസാര ഇടുന്ന സിസ്റ്റം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്, തേയില കരിഞ്ഞ് സ്മെല്ല് ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഏതേത് മേഖല എന്ത് ഒരു സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ, നിങ്ങൾ ഡ്രസ് ചെയ്യുന്ന പോലെ ഒരു സിസ്റ്റം ഇല്ലേ? ഇന്നർ വെയർ നിങ്ങൾ എല്ലാ ഡ്രസ്സും ഇട്ടതിന് ശേഷം ഇന്നർ വെയർ ഇടാൻ പറ്റുമോ? അതിനൊരു സിസ്റ്റം ഇല്ലേ? അതൊക്കെ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മളായിട്ട് ഞാൻ ഇന്ന ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ അല്ലേ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് വരുമ്പോൾ നമ്മളെ തിരിച്ചറിയാം. അത് നമ്മൾ ഒരു പഠിക്കാൻ തയ്യാറാവുക, മനസ്സിലാക്കാൻ തയ്യാറാവുക. നമ്മൾ ഏത് മേഖലയിൽ നിന്ന് വന്ന ആളായിക്കോട്ടെ, നമ്മളിവിടെ ആ രീതിയിൽ മനസ്സിലാക്കാൻ തയ്യാറായാൽ മാത്രമാണ് ഈ ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും ഒരു പോയിന്റിലോട്ട് പോണേ, മൈൻഡ് സെറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. മൈൻഡ് സെറ്റ് പല ഈഗോയും കാര്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യന്മാര് തന്നെ. കാരണം പ്രകൃതിയിൽ മനുഷ്യൻ എന്താ പറയാ, ശുദ്ധനായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, പല രീതിയിലുള്ള മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ വരുമ്പം നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ ചിന്തകളാണ് നമ്മളെ ലൈഫായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇൻകമായി മാറിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ആരോഗ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മുടെ ആരോഗ്യത്തിന്റെയും നമ്മുടെ ചിന്തകളെയും, ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സസൈസ് രൂപത്തിലും ന്യൂട്രീഷൻസ് രൂപത്തിലും നമ്മുടെ മൈൻഡിനെ നമ്മുടെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ ആ രീതിയിലും ബുക്ക് വായനയിലൂടെ പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ ചിന്തകളെ നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിലാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഏത് മേഖലയിൽ നിന്ന് വന്ന ആളാണെങ്കിലും ഈ ബിസിനസ് ഒരു മൈൻഡ് ഓറിയന്റഡ് ബിസിനസ് ആണ്. മറ്റുള്ള ബിസിനസിനെ പോലെ അല്ല.
100% നിങ്ങളെ ഉള്ളിലാണ് ഈ ബിസിനസ് നടക്കുന്നത്. കോടികൾ വരുമാനമാകുന്ന മുബിൻ സാറിന് എന്താ കാണിച്ചു കൊടുക്കാനുള്ളത്? എറണാകുളം സിറ്റിക്ക് കൂടെ പോകുമ്പോൾ അത്രയും വലിയ ഷോപ്പിംഗ് മാള് എന്റെ ബിസിനസ് അതാണ് മൈലിഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ഇന്ത്യ മഹാരാജ്യം മൊത്തം പടർന്ന് പന്തലിച്ചിട്ട് കിടക്കുകയാണ്. അതെവിടെയാണ്? അതൊരു ഇന്റേണൽ വേൾഡിനാണ് എല്ലാവർക്കും അത് കാണാൻ പറ്റുക. അല്ലാണ്ട് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ വലിയ പ്രോഗ്രാമില് ജനങ്ങളെ കാണണം. അത് നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ പ്രോഗ്രാമില് ഇതുമായി കണക്ട് ചെയ്തുള്ള ഒരാൾക്ക് അതാണെങ്കിൽ പോലും കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രീതിയിലുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിനെ വളർത്തിയാലാണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യുള്ളൂ അവസരങ്ങളും. നമ്മൾ തിരിച്ചറിയാം പ്രകൃതിയിൽ മനുഷ്യന് മാത്രമാണ് ഇമാജിനേഷനിലൂടെ നമുക്ക് ജീവിതത്തിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ദൈവം തന്നുള്ളത്. ബാക്കിയുള്ള പല മീറ്റിങ്ങിലും ഞാൻ പറയുന്നത് ജനിതക കോഡിലാണ് ബാക്കിയുള്ള എല്ലാ ജീവികളും സൃഷ്ടിച്ചിട്ടുള്ളത്. അത് വർഷങ്ങളായിട്ട് ഒരേ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുക. അത് ഒരു കാക്ക കൂട് വെക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പറയാ നീർക്കാക്ക ഭക്ഷണം തേടുന്നതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നീർക്കാക്ക പണ്ടും ഭക്ഷണം തേടിയിരുന്ന വെള്ളത്തിൽ ചാടിയിട്ട് മുങ്ങിയിട്ട് മീനിനെ പിടിച്ചിട്ടാ, അല്ലാണ്ട് പാടത്തടന്ന് കൊത്തി തിന്നിട്ടല്ല. കാരണം എന്താ? അതിന്റെ ജനിതക കൂടെ അങ്ങനെയാണ്. അപ്പൊ ഈ തിരിച്ചറിവുണ്ടെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇത്രയും വലിയ വിശാലമായ ലോകത്ത് എല്ലാ അവസരങ്ങളും ഓപ്പൺ ആക്കിയിട്ടിട്ട് ഓക്സിജൻ എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ സമൃദ്ധി ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിന്റെ എത്രത്തോളം വിശാലത ഉണ്ടോ അതിനനുസരിച്ചാണ് ഓരോരുത്തരുടെ ജീവിതത്തിലോട്ടും സമൃദ്ധി കടന്നു വരുന്നത്. ഒറ്റ പോയിന്റ് വീണ്ടും പറയുകയാണെങ്കിൽ ഓക്സിജൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവിടെ യൂസഫലി കാണുന്നുണ്ടെങ്കിലും രവി പിള്ള കാണുന്നുണ്ടെങ്കിലും അംബാനിക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഓക്സിജൻ കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അത് നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഒരു സംവിധാനിച്ചു വെച്ചാൽ ദൈവം സുട്ടാ. നമ്മള് ഓക്സിജൻ 5 മിനിറ്റ് മൂക്ക് പിടിച്ച ആള് പോയി, എന്നേക്കുമായി ആള് പോയി. ആ ഓക്സിജൻ നമ്മൾ അറിയാണ്ട് നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അറിയാണ്ട് ഉറങ്ങുന്ന സമയത്ത് പോലും വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഫിസിക്കലി ബോഡിയിൽ അവിടെ സംവിധാനിച്ചു വെച്ചു. അതേ സമയത്ത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു ലോകം അത് നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ്. അത് നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും അസോസിയേഷനിലൂടെയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിന് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എന്തൊരു അവസ്ഥയാണോ ചിന്തിച്ച് ഏത് ലെവലിലാണോ നിങ്ങൾ ചെയ്തത് അതാണ് ഇത്രയും കാലം നിങ്ങൾ നേടിയത്. അത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യമാവാം, നിങ്ങളുടെ സമ്പത്താവാം. ഇനി ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ലൈഫിന് വലിയൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ മണിക്കൂർ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ട്യൂൺ ചെയ്ത് തിരിച്ചു കൊണ്ടുവരിക. എല്ലാം പ്രകൃതിപരമായിട്ട് പല സംഭവങ്ങളും നോക്കുന്നത് കറക്റ്റ് കണക്റ്റഡ് ആണ്. നിങ്ങൾ റേഡിയോ മാംഗോ എന്ന് പറയുന്ന ചാനൽ ട്യൂൺ ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു വ്യത്യാസം വരുമ്പോൾ കരകര എന്ന് പറഞ്ഞിട്ടാണ് ആ സൗണ്ട് കേൾക്കുക. കറക്റ്റ് ട്യൂണിങ്ങിലേക്ക് എത്തുമ്പോൾ ആ റേഡിയോ മാംഗോ അതിൽ കണക്ട് ആവും. ആ റേഡിയോ മാംഗോന്റെ വേവ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? അദ്ദേഹത്തിന്റെ റിസീവർ കറക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്തപ്പോഴാണ് അതിനോട് കണക്ട് ചെയ്ത്. ഇതുപോലെ സമൃദ്ധിയുടെ ലോകം ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുക. പക്ഷെ നമ്മുടെ റിസീവർ അസൂയും വിദ്വേഷവും കുറുമ്പും പല സാധനങ്ങളായിട്ട് ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും അതിലോട്ട് കടന്നു വരില്ല. അതിങ്ങനെ കരകര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിടക്കും. അതല്ല, കറക്റ്റ് ആയിട്ട് ട്യൂൺ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻസ് ആയിക്കോട്ടെ, എക്സസൈസ് ആയിക്കോട്ടെ, ബുക്ക് വായന ആയിക്കോട്ടെ, എന്താ പറയാ സ്നേഹവും അതുപോലെ തന്നെ സമൃദ്ധിയും അത്തരത്തിലുള്ള ചിന്തകളിലൂടെ ഇന്ന് ഈ പ്രകൃതി എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഓപ്പൺ ആണ്. ആർക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയാലും തീരാത്തൊരു ലോകം ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവില് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്ന വ്യക്തികളുടെ ആ ഒരു റിസീവറിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? സമൃദ്ധിയുടെ ആ വേവ്സ് കടന്നു വരുന്നത്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഒരു സംസാരം പോലും, ഒരു വാക്ക് പോലും സംസാരിക്കുന്ന സമയത്ത് ചിന്തിക്കുക, ഞാൻ ഈ പറയുന്ന എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്നുണ്ടോ? അതല്ല അവന്റെ ഉള്ളിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണോ? ഈ ചിന്തയിൽ നമ്മൾ സംസാരം പോലും നമ്മൾ ശ്രദ്ധിക്കാം. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി നിങ്ങൾ ബുക്ക് വായിക്കാം. നല്ല പോസിറ്റീവായിട്ടുള്ള ബുക്ക് വായിക്കുക. പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കുക. വല്ലാത്ത ഒരു മാർഗമില്ല. അയ്യോ ഡിയർ ഫ്രണ്ട്സ്, വേറെ ഒരു മാർഗമില്ല. പോസിറ്റീവ് എന്തൊരു പ്രതിസന്ധി വന്നാലും അത് എന്റെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പായിട്ട് എനിക്ക് കയറാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണും. നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ ഉറപ്പിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രതിസന്ധികളിലൂടെ അല്ലാണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് കരുത്തുറ്റതാക്കി മാറ്റാൻ പറ്റും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ കരുത്തുറ്റതാക്കി മാറ്റാൻ പറ്റും? അപ്പൊ പ്രതിസന്ധികൾ വരുമ്പം അയ്യോ ദൈവം ഇങ്ങനെ തന്നേന്നും പറഞ്ഞിട്ട് ദൈവത്തിനെ പൈ ചാരണ്ടേ? അതും അനുഗ്രഹമായിട്ട് നിങ്ങൾ കാണും. അപ്പൊ നിങ്ങൾ ദൈവത്തിനോട് താങ്ക്സ് പറയും. ഒരു കറക്റ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വന്നിട്ട് പ്ലാറ്റ്ഫോം റെഡിയാണ്. അവിടെ നമുക്ക് അതിശക്തമായിട്ട് ഇപ്പൊ നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ മെഴ്സിഡസ് ബെൻസ് ഉണ്ട്, അതിന് പ്ലാറ്റ്ഫോം ഇല്ല.
ഓടിക്കാനുള്ള പ്ലാറ്റ്ഫോം ഇല്ല, പഞ്ചായത്ത് റോഡാണ്. നിങ്ങൾക്ക് 200 സ്പീഡിൽ പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അതേ സമയത്ത് അപ്പൊ നമ്മുടെ റോഡ് റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പൊ കോഴിക്കോട് ഈ റോഡൊക്കെ റെഡി ആയി കഴിഞ്ഞു. അവിടെ കൊണ്ട് നമുക്ക് 200 സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ ഓടിക്കാരൻ 6 വരി പാതയാണ്, ഒരു പ്രശ്നമില്ല. ഇതുപോലെ നമ്മൾക്ക് സമൃദ്ധിയുടെ ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് വളരാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം റെഡിയാണ്. നമ്മുടെ മൈൻഡ് എന്ന ആ കാർ ഉണ്ടല്ലോ, അത് നേരത്തെ പറഞ്ഞ പോലെ 1980-ലെ 800 കാറാണെങ്കിൽ നടക്കൂല. അത് ബെൻസ് കാറിനെ പോലെ മൈൻഡ് സെറ്റ് നിങ്ങൾ മാറ്റി, അപ്പൊ നിങ്ങൾക്ക് 200-300 സ്പീഡിൽ നിങ്ങൾ പോവാം. ആ രീതിയിലും ഒരു വലിയൊരു മിറാക്കിൾ, ഒരു നേരത്തെ പറഞ്ഞ ഒരു പാരഡൈം ഷിഫ്റ്റ് നിങ്ങൾ തയ്യാറാവും, ഒരു ഇവോൾവിന് ഒരു പരിണാമത്തിന് നമ്മൾ തയ്യാറാവും. പ്രകൃതിയിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഏതേത് മനുഷ്യരെ നിങ്ങൾ എടുത്തു നോക്കും, ജീവിതത്തിലെ മൈൻഡിന്റെ വേവ് ലെങ്ത് മാറ്റിയിട്ടുള്ള ആളുകൾ. ആദ്യം നമ്മുടെ കൂടെ ചിലപ്പോൾ നല്ല കൂട്ടുകാരനായിട്ട് പോസ്റ്റിലോ അല്ലെങ്കിൽ ക്ലബിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ജീവിച്ച ഒരാളായിരിക്കും. പക്ഷെ അയാളുടെ മൈൻഡ് സെറ്റ് മാറി വേറെ ഏതെങ്കിലും മേഖലയിൽ പോയിട്ട് ഗൾഫിൽ പോയിട്ടോ വേറെ ഏതെങ്കിലും മേഖലയിൽ പോയിട്ട് റിച്ച് ആയതിനു ശേഷം അയാളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാ? അയാളുടെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആയി. നമ്മൾ ആ നിൽക്കുന്ന നിലനിൽപ്പിൽ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അയ്യോ എത്ര കാലമായിട്ട് കണ്ടിട്ട് അലിയാടാ എത്ര കാലം കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് വേഗം അദ്ദേഹത്തിനും വല്ലാത്തൊരു വിമ്മിഷ്ടം കണക്ട് ആവാൻ, നമുക്കൊരു വല്ലാത്തൊരു വിമ്മിഷ്ടം. എന്തുകൊണ്ടാണ്? കാരണം മൈൻഡ് സെറ്റ് ആണ്. അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് ഫ്രീക്വൻസി ലെവൽ ഹൈ ആയി നമ്മൾ ലോയലാ കിടക്കുന്നത്. അപ്പൊ കണക്ട് ആവാൻ പറ്റുന്നില്ല. വേഗം എന്ത് ചെയ്യും, എന്നാ ശരിയടാ പിന്നെ കാണാന്ന് പറഞ്ഞ് പിരിയാണ്. കഥ നീണ്ടൊന്നും പറയാൻ വളരെ കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ആളുകൾക്ക് സാധിക്കുള്ളൂ. ഇതിൽ നിന്ന് തിരിച്ചറിയണ്ടേ നമ്മളെ ക്വാളിറ്റി ലെവൽ ഇമ്പ്രൂവ് ചെയ്യും, പല രീതിയിലുള്ള ക്വാളിറ്റി ലെവൽ. അത് നേരത്തെ പറഞ്ഞ പോലെ പുറത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടാവാം, അല്ലാതെ നമ്മൾക്ക് മാത്രം സ്വകാര്യമായിട്ട് അറിയുന്ന ക്വാളിറ്റി ഉണ്ടാവാം. ആ ക്വാളിറ്റി ലെവലിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ബിസിനസ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ലൈഫിൽ ഏതേത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം. മൈൻഡ് സെറ്റ് മണ്ണ് പോലെ. നിങ്ങളുടെ സ്ട്രോബെറിന്റെ വിത്തോ അല്ലെങ്കിൽ നമ്മുടെ റംബൂട്ടാന്റെ വിത്ത് കൊണ്ടുവന്ന് കുത്തിയാലും അത്ര സുന്ദരമായ ടേസ്റ്റ് ഉള്ള ഈ ഫ്രൂട്ട്സ് അവിടെ ഉണ്ടാവും. അതേ സമയത്ത് ആട്ടങ്ങന്റെ വിത്ത് കൊണ്ടുവന്ന് കുത്തിയാലും നമ്മുടെ എന്താ പറയാ കാഞ്ഞീര വിത്ത് കൊണ്ടുവന്ന് കുത്തിയാലും അതും അതേ മണ്ണിൽ തന്നെ മുളക്കുന്നത്. കാണാനും രസം ഉണ്ടാവില്ല, കടിച്ചിട്ടുണ്ടെങ്കിൽ കൊടും കഴിപ്പായിരിക്കും. അതേ സമയത്ത് അതേ മണ്ണിൽ തന്നെ മറ്റതും വളർന്നത്. ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയം, മനസ്സെന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ അവിടേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് വിത്തായി മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ വിത്തായി മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വിഷവിത്ത് വേണോ അതല്ല സ്ട്രോബെറി വിത്ത് വേണോ നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിണാമത്തിനും തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ബിസിനസ് ശക്തമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. വൺ ടൈം ഒരു പ്രാവശ്യം കൂടി പറയണേ, 1 ലക്ഷോ 2 ലക്ഷോ രൂപ മാസ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ നിലവാരം നമ്മൾ ഉയർത്തണ്ടേ? നിലവാരം ഉയർത്താത്ത വ്യക്തിന്റെ കയ്യിൽ ക്യാഷ് വന്നാൽ അത് ഒരു സംശയം വേണ്ട 2-3 വർഷത്തിനുള്ളിൽ അത് ഇല്ലാതായി പോകും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോട്ടറി അടിക്കുന്ന ആൾക്കാരുടെ ഇൻകം കയ്യിൽ നിൽക്കാത്തത്. കാരണം എന്താ? അയാളുടെ ഉള്ളിലുള്ള ഒരു സമൃദ്ധി ഇല്ലാത്ത ഒരു ലോകത്തോട്ടാണ് കോടിക്കണക്കിന് രൂപ വന്നത്. അവിടുന്ന് 2-3 മാസം കൊണ്ട് 2-3 വർഷം കൊണ്ട് ആ വ്യക്തി പഴയ അവസ്ഥയിലോട്ട് തിരിച്ചെത്താണ്. എത്രയോ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ചാനലിലൊക്കെ നിങ്ങൾ കയറി നിങ്ങൾ കാണാൻ പറ്റിയ സ്റ്റോറികൾ. കാരണം എന്താ? വെറും പാപ്പരായി നടക്കുന്ന ഒരു മൈൻഡ് സെറ്റില് കോടികൾ കയ്യിൽ വന്നു 3 വർഷം കൊണ്ട് പഴയ പോലെ അയാൾ വീണ്ടും പഴയ പോലത്തെ അവസ്ഥയിലെത്തി. മൈൻഡ് സെറ്റിന്റെ വേറൊരു ഉദാഹരണമാണ് പല പിച്ചക്കാരും മരിച്ചു പോകുന്ന സമയത്ത് 25 ലക്ഷം 22 ലക്ഷമൊക്കെ ബാണ്ടൊക്കെ ഇട്ട് കണ്ടുവന്ന്. അതിനെന്താ മനസ്സിലാക്കണ്ടേ? ഈ കാശ് കയ്യിലുണ്ടായിട്ട് പോലും അയാളുടെ ഹൃദയം വിശാലമല്ലാത്തോണ്ട് അപ്പോഴും പിച്ചെറിന്ന് നടക്കാൻ മനുഷ്യൻ. ഇതിനെന്താ മനസ്സിലാക്കണ്ടേ? 100% സമൃദ്ധിയുടെ ലോകം ഉള്ളിലാന്നാ മനസ്സിലാക്കണ്ടേ. കയ്യിൽ കാശ് വന്നിട്ടും കാര്യമില്ല. അത് സമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ, അത് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയം അതിന്റെ ഉള്ളാണ് വിശാലമാക്കേണ്ടത്. അവിടെയാണ് സമൃദ്ധി കൊണ്ടുവരേണ്ടത്. ആ രീതിയിലുള്ള ഒരു ലെവലിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ആവാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടും. നമ്മൾ പൊതുവെ സിസ്റ്റത്തിൽ പറയുന്നതാണ് നമുക്ക് ഡ്രീം വേണം, ഗോൾ വേണം, അതുപോലെ തന്നെ ആക്ഷൻ ഇടണം, അത് ആ ഡെസ്റ്റിനി ആയിട്ട് മാറുന്നു. ഒരു സംശയം വേണ്ട, ഈ ഓപ്പർച്യൂണിറ്റിയിലും നിങ്ങൾക്ക് നല്ല ഡ്രീമുകൾ ഉണ്ടെങ്കിൽ ഇതുവരെ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കി നല്ല ഡ്രീം ഫോക്കസ് ചെയ്ത് അത് നമ്മുടെ ജൂനിയർ സാർ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത പോലെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ ആ ഡ്രീമിനെ നിങ്ങൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നമുക്ക് എടുക്കാവുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ അത്
അതുകൊണ്ട് അതുള്ള ആക്ഷനും ക്വാളിറ്റി ഉള്ള ഒരു ടീമിനൊക്കെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ തയ്യാറാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും പേഴ്സണലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രീതിയിലുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകുന്നു, ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു, കുടുംബത്തിലും സമൂഹത്തിലൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ഒറ്റ പോയിന്റോട് പറയുന്നത്, നമ്മുടെ ശ്രദ്ധയാണ് ഇന്ന് നമ്മുടെ മൊബൈൽ ആപ്പുകൾ പോലും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയിട്ടാണ് അവർ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ 100% ബിസിനസ്സിലാണോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനിലാണോ നമ്മളെ ശ്രദ്ധ ഉള്ളത് എന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും ബിസിനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓഫറുകൾ ഇട്ടിട്ട് പല ബോർഡുകളും കുഞ്ഞു ബോർഡുകളായിട്ടും പരസ്യങ്ങളിലൂടെ നമ്മൾക്ക് മുന്നിലിട്ട് തരുന്ന എന്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റിയിട്ടാണ് അവര് ആ കമ്പനികൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പോലും ഓരോ കോടാനക്കോടി മനുഷ്യന്റെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടാണ്, അതിനെ പിടിച്ചു പറ്റിയിട്ടാണ് ആ കമ്പനികളൊക്കെ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മളുടെ ശ്രദ്ധയെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിലാണോ നമ്മളുടെ ശ്രദ്ധയെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളത്, അതല്ല ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന രീതിയിലാണോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഉള്ളത്, നിങ്ങളെ കണ്ടീഷൻ ഉള്ളത്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ സ്ക്രീന് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ലിമിറ്റഡ് ആയിട്ട് എന്ത് ഓപ്പൺ ആക്കണം, എന്റെ ശ്രദ്ധ ഇവിടെ കൊടുത്താൽ എനിക്കിത് ഉപകാരപ്പെടുമോ ഇല്ലയോ, ഇങ്ങനെ തിരിച്ചറിവ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു പർച്ചേസിന് പോകുമ്പോൾ പോലും അമിതമായിട്ട് പർച്ചേസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ പോലും ഈ ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള എന്താ പറയാ എക്സ്പെൻസ് ആകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ എന്റെ മൈൻഡ് സെറ്റ് പോലും എന്തെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതായിരിക്കും, പക്ഷെ വേറുള്ളതും കണ്ടിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ 2-3 മാസമായിട്ട് വളരെ കൺട്രോൾഡ് ആണ്. അത് പിശുക്ക് എന്നല്ല പറയാ, ഈ മനുഷ്യന്റെ മൈൻഡ് എന്താണെന്ന് മനസ്സിലാകും. ഓരോ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കല്ലേ, മരണം വരെ മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം വാങ്ങാം. അതല്ലാണ്ട് ഓഫറുകൾ വാങ്ങിപ്പോ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം, നമ്മളൊരു മേരി ബിസ്ക്കറ്റ് സാധാരണ ചിലപ്പോ 2-3 ദിവസം കൂടുമ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തേക്കാം. പക്ഷെ ആ മേരി ബിസ്ക്കറ്റിന് 5 എടുത്ത 1 ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതേ മേരി ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് നമ്മൾ ഒന്നായിട്ട് വാങ്ങിച്ചോണ്ടിരിക്കുക. ഇവിടെ വീട്ടിൽ കൊണ്ടുവരുമ്പോ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മക്കള് ഈ 6 പാക്കറ്റ് 3-4 ദിവസം കൊണ്ട് തിന്നു തീർക്കുക. എന്താ സംഭവിക്കുക, പൈസ അല്ല പ്രശ്നം, കുട്ടികൾ വയറ് കേടുവരിക, ആമാശയം കേടുവരികയാണ്. അതിന്റെ പുറമെ ഒരു ബിസ്ക്കറ്റിന് പകരം നമ്മൾ 5 ബിസ്ക്കറ്റിന്റെ കാശ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വിചാരിക്കും നമ്മൾ ഭയങ്കര ലാഭം നേടി, മാസം നോക്കുമ്പോൾ നമ്മൾ കണ്ണ് തള്ളിയുണ്ടാവും, നമ്മളെ എക്സ്പെൻസ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മണി മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മണി മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കിട്ടുന്ന ഡയറക്ട് സെല്ലിങ്ങിലായിക്കോട്ടെ വേറെ ഏതേത് മേഖലയിലായിക്കോട്ടെ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു സേവിങ്ങിലോട്ടും അതുപോലെ തന്നെ ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട്, അത് വീടാവാം വാഹനങ്ങളാവാം എന്തായിക്കോട്ടെ ഒക്കെ നേടാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഒറ്റ തിരിച്ചറിവ് ഞാൻ വീണ്ടും പറയാണ്, നമ്മളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് വീണ്ടും ഒരു പോയിന്റ് പറയാണ്. നമ്മള് ഇന്നും 15 വർഷം മുന്നത്തെ 1000 രൂപന്റെ വാല്യൂ കൊടുത്ത് ഇരിക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന എനിക്കറിയില്ല. 15 വർഷത്തെ 1000 രൂപന്റെ വാല്യൂ കൊടുത്തിരിക്കല്ലേ. 15 വർഷം മുമ്പേ 1000 രൂപ എന്ന് പറയുമ്പോ ഡെയിലി 1000, മാസം 30,000 ഓക്കെയാണ്. പക്ഷെ ഇന്ന് 500 രൂപ കണ്ടിട്ട് നിങ്ങൾ അങ്ങാടിയിൽ ഒന്ന് പോയിട്ട് നോക്കിയേ, നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് സേവ് ചെയ്ത് മക്കളുടെ കല്യാണോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും ഒരു പവന് 90,000 രൂപ. ഡിയർ ഫ്രണ്ട്സ്, ഒരു 1000 സ്ക്വയർ ഫീറ്റിന്റെ ക്വാളിറ്റി ഉള്ള ഒരു വൃത്തിയുള്ള ഒരു വീട് ഉണ്ടാക്കണം മിനിമം 35-40 ലക്ഷം രൂപ വേണം. ഈ 30,000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ഏത് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കിട്ടും, നിങ്ങളോട് ഞാൻ ചോദിക്കാം, ഒരു 30,000 രൂപ ഒക്കെ വലിയൊരു ഇൻകം ആയിട്ട് ഒരു 15 വർഷം മുന്നത്തെ മൈൻഡ് സെറ്റിൽ ഇരിക്കല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ വീട്ടിൽ നടന്നു പോകും. അവസാനം എന്ത് ചെയ്യും? പെട്ടെന്ന് വലിയ ഇൻകം വരുന്ന അവസ്ഥ, വീടുണ്ടാക്കുന്നത്, കുട്ടിയുടെ കല്യാണം വരുന്നത്. ആ സമയത്ത് ഈ പറയുന്ന 10 പവൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ 9 ലക്ഷം രൂപ, ഒരു വീട് വെക്കണമെങ്കിൽ 40 ലക്ഷം രൂപ. എവിടുന്ന സാധനം വരുന്നത്? ബാലൻസ് ഇല്ല. കാരണം നമ്മൾ 1000 രൂപ ഡെയിലി കിട്ടുന്ന വലിയ സംഭവമായിട്ട് കണ്ടതാ. പൈസന്റെ മൂല്യം കുറഞ്ഞു ഡിയർ ഫ്രണ്ട്സ്. അതിനെ തിരിച്ചറിഞ്ഞിട്ട് ലക്ഷ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കൊണ്ടുപോവുക. ഞാൻ വീണ്ടും പറയുന്നത്, ലക്ഷ്യങ്ങൾ ക്രിയേറ്റ് ചെയ്താലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1000-2000 സ്ക്വയർ ഫീറ്റ് വീടെങ്കിലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇന്ന് പോകുള്ളൂ. ആ രീതിയിൽ നിങ്ങൾ മൈൻഡിനെ സെറ്റാക്കി, വേറെ ഒരു മാർഗവും ഇല്ല. നമ്മള് എല്ലാ ആൾക്കാരും തിരിച്ചറിയാം, നമ്മൾ 6 മാസോ 1 വർഷോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ മുന്നേ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ടാണ് ഞാനും നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിസൾട്ടിൽ നമ്മൾ ലോക്കാം. ആ റിസൾട്ട് നോക്കിയിട്ടാണ് അയ്യോ ഞാൻ ഇങ്ങനെ, അയ്യോ ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവം? നമ്മള് 6 മാസം 1 വർഷം മുന്നേ എടുത്ത തീരുമാനത്തിന്റെ റിസൾട്ട്. അത് നിങ്ങൾ ഇൻകം ആവാം, ഇൻകം ഇല്ലായ്മയാവാം, എന്തായിക്കോട്ടെ. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ആരോഗ്യം പോലും നിങ്ങൾ 6 മാസം മുന്നേ എടുത്ത തീരുമാനത്തിന്റെ റിസൾട്ട് അപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. ഇന്ന് നിങ്ങളുടെ ചിന്തിച്ച് ന്യൂട്രീഷൻസും അതുപോലെ തന്നെ എക്സസൈസും നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് ഒക്കെ റെഡിയാക്കാൻ തയ്യാറാണെങ്കിൽ ഇനി വരാൻ പോകുന്ന 6 മാസം, അടുത്ത ജനുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടാവും, ആരോഗ്യം മെച്ചപ്പെടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കണം. ആ സമ്പത്ത് മാറണമെന്ന് ഇന്ന് തീരുമാനം എടുക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാൻ വേണ്ടിയിട്ട് ഉദാഹരണം പറഞ്ഞു, വേഗം മനസ്സിലാവാൻ വേണ്ടി. ഈ പറയുന്നത് ശരിയാണോ അല്ലതോ? 5 വർഷം മുന്നേ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഓരോ തേങ്ങ നടുകയാണ് തെങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ കുത്തിയ തേങ്ങ ഒരു മണ്ടരി പിടിച്ച ഒരു തേങ്ങ എന്ന് വിചാരിക്കാം, ഒരു ചെറിയ ഒരു എന്താ പറയാ ചുളിഞ്ഞൊരു തേങ്ങ. എന്റെ ഫ്രണ്ട് കുത്തിയത് നല്ല ഉരുണ്ടിട്ടുള്ള നല്ല സൈസുള്ള തേങ്ങ. അങ്ങനെ 5 വർഷം മുന്നേ നട്ടു. 5 വർഷം കഴിഞ്ഞ് രണ്ടാളെന്നും മുളച്ചു പൊങ്ങിയപ്പോ തന്നെ എന്റെ തേങ്ങന്റെ തലപ്പ് വന്ന അല്ലെങ്കിൽ തൂമ്പ് വന്നെന്നാണ് ഒരു ചെറുത്. കാരണം എന്താ? അത്തരത്തിലുള്ളൊരു വിത്തായിരുന്നു കുത്തിയിരുന്നത്. അപ്പുറത്ത് നമ്മുടെ ഫ്രണ്ട് കുത്തിയത് നല്ല ഉരുണ്ട സൈസുള്ള തേങ്ങയായിരുന്നു. അവന്റെ നല്ല ഉഷാറുള്ള കരുത്തിട്ട ഒരു തൂമ്പ് വന്നിട്ടുണ്ടാവും, ഒരു നാമ്പ് വന്നിട്ടുണ്ടാവും. അങ്ങനെ 5 വർഷം വളരെയാണ്. അവന്റെ തെങ്ങ് സമൃദ്ധമായിട്ട് കൊലച്ച് ഇഷ്ടം പോലെ തേങ്ങ ഉണ്ടായി. കാരണം എന്താ? അതിന്റെ വിത്ത് നല്ലതായിരുന്നു. എന്റെ വിത്ത് 5 കൊല്ലം മുന്നേ കുത്തിയത് മണ്ടരി പിടിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ കൊലച്ചിട്ടുണ്ട്, ആകെ 2 തേങ്ങ പിടിച്ചോളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആ 2 തേങ്ങമ്മലും നോക്കിയിട്ട് ഇരുന്ന് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതേ സമയത്ത് ആ എന്റെ ഫ്രണ്ടിന് വളരെ സമൃദ്ധമായ ആ തെങ്ങ് കണ്ട് അവനക്ക് സമാധാനിച്ചിരിക്കാം. കാരണം 5 വർഷം മുന്നേ എടുത്ത തീരുമാനം ബെറ്റർ ആയതുകൊണ്ട് അവനക്ക് നിറയെ തേങ്ങ ഉള്ള ഒരു തെങ്ങ് കിട്ടി. 5 വർഷം മുന്നേ എടുത്ത തീരുമാനം നേരത്തെ പറഞ്ഞ വളരെ മോശപ്പെട്ട ഒരു വിത്ത് കുത്തിയതുകൊണ്ട് ആ ഒരു 2 തേങ്ങ കായ്ക്കുന്ന ഒരു തെങ്ങിനെ നോക്കിയിട്ട് ഞാൻ പരിതപിച്ചിരിക്കുക. ഇന്ന് മുതൽ തിരിച്ചറിയുക, ഇപ്പൊ കിട്ടിയ റിസൾട്ടിൽ നിങ്ങൾ ലോക്ക് ആവാണ്ടായി. ഇന്ന് മുതൽ ഇനി വരാൻ പോകുന്ന 6 മാസം 1 വർഷം എന്റെ ജീവിതം എന്താവണം എന്നുള്ള തീരുമാനം അപ്പൊ എടുക്കണ്ടേ. അല്ലാണ്ട് ആ മണ്ടരി പിടിച്ച തേങ്ങമ്മക്ക് നോക്കി ടെൻഷൻ അടിച്ചിരിക്കല്ലേ. ആളുകളെ ലോക്കാണ്, 100% ലോക്ക്. ഇത് മനസ്സിലാകുന്നില്ല പല ആളുകൾക്കും. അപ്പൊ ആ തിരിച്ചറിവ് ഒരിക്കലും ഇന്നും മുതൽ പരിതപിക്കരുത്. അത് കഴിഞ്ഞു, അത് മുന്നേ ചെയ്ത പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ്. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ഇന്നേ വരെ അല്ലാത്തൊരാളായി മാറി. നിങ്ങളുടെ അയൽവാസി പറയും, ഈ ആള് മാറിയല്ലോ, അല്ലെങ്കിൽ അവനിപ്പം പഴയ പോലെ അല്ല. അങ്ങനെ ആളുകൾ ആഴ്ചകൾക്കുള്ളിൽ പറയാൻ തുടങ്ങും. അത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും, നേരത്തെ പറഞ്ഞ ഓരോ നിമിഷവും നിങ്ങൾ 100% ശ്രദ്ധയിലായിരിക്കണം. അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിലാണ് ക്വാളിറ്റി ഉള്ള ലൈഫ് ഉണ്ടാവുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒറ്റ പോയിന്റോട് പറഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു, കുറച്ച് 1-2 പോയിന്റുകൾ. ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്താണ്? സുന്ദരന്മാരായ ആളുകൾ വരും, സുന്ദരികളായ ആളുകൾ വരും, യങ് ആയിട്ടുള്ള ആൾക്കാർ വരും, പ്രായമുള്ള ആൾക്കാർ വരും. ഇത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ്. ഇവിടെ നല്ലൊരു അസോസിയേഷനും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്നേഹം, ടോക്സിക് ആയിട്ടുള്ള ഒരു ലവ് അല്ല, ഒരു സ്നേഹമല്ല. അങ്ങനെ ഒരു സ്നേഹം ബിൽഡ് ചെയ്താലാണ് ബിസിനസ് ബിൽഡ് ആവുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഒരു കാമം നിറഞ്ഞ ഒരു സ്നേഹമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത്, ഒരു സംശയം വേണ്ട. നിങ്ങളെന്ന വ്യക്തി ആദ്യം നശിക്കുന്നു. നിങ്ങളുടെ ടോക്സിക് വേറുള്ള ആളുകൾക്ക് പകർന്നു കൊടുത്തിട്ട് വേറുള്ള ആളുകളെയും കൂടി നശിപ്പിച്ചിട്ട് നിങ്ങൾ അടങ്ങുന്നു. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും
ഒക്കെ ഉള്ള ഒരു ബിസിനസ്സാണ്. ക്വാളിറ്റി ഉള്ള ലെവൽ. നേരത്തെ പറയാൻ ആ ഹൃദയം നന്നായാൽ മാത്രമേ ജീവിതത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ ഹൃദയത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാമ മിക്സ് ആയ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ഒരു സംശയം ഇവിടെ നശിച്ച് നാരായണകൾ എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പെങ്ങളെ പോലെ കാണാൻ പറ്റും. ഒരു പെങ്ങളെ പോലെ കാണുമ്പോ നമ്മൾ എന്തൊക്കെയാ സംസാരത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധിച്ച് സംസാരിക്കണം. ഒരു ആൺ ഫ്രണ്ടിനോട് പറയുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തമാശ പോലും എന്ത് ചെയ്യില്ല നമ്മുടെ ലേഡി ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ആളോട് പറയില്ല. ആ രീതിയിൽ കീപ്പ് ചെയ്തിട്ട് ഇതെന്റെ ഒരു പെങ്ങളാണ്, ആ രീതിയിൽ കീപ്പ് ചെയ്തിട്ട് ടൈം ആയിക്കോട്ടെ. നിങ്ങൾ എന്താ പറയാ പല ആൾക്കാരും പല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ നിങ്ങളുടെ ഓരോ എന്താ പറയാ അവസ്ഥക്കനുസരിച്ച് ഞാൻ പറയുന്നത് എല്ലാം നമ്മൾ ക്വാളിറ്റി ലെവലില് നമ്മൾ യാത്ര ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റപ്പെടുന്ന രീതിയിൽ ഒരിക്കലും ആവരുത്. കാരണം എന്താ, മറ്റുള്ള ആളുകൾക്ക് ഈ ബിസിനസ് ഫോളോ ചെയ്യാൻ പറ്റണം. ഇതിന്റെയൊക്കെ പൊരുൾ എന്താണ്, മറ്റുള്ള ആളുകൾക്ക് ഈ ബിസിനസ് ഫോളോ ചെയ്യാൻ പറ്റണം. നമ്മൾ ആ രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ ഫാമിലി ആയിട്ടും നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലും കണക്ട് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾക്ക് മറ്റുള്ള ആളുകൾക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അയ്യോ എന്റെ ഫാമിലിയും കൂടെ ഇവിടെ കൊണ്ടുവന്നാൽ ഇപ്പൊ ഈ രീതിയിൽ ലോക്കാവോ എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ബിസിനസ് താഴത്തോട്ടാ പോവുക. അത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് നിങ്ങൾക്കേ അറിയൂ. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ടീമിനെ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഇംപ്രൂവ് ചെയ്യിക്കേണ്ടതെന്നുള്ളത്. അതിനെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ബന്ധങ്ങള് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ടെങ്കിൽ അതിനെ 100% മുറിച്ചു കളഞ്ഞിട്ടും ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ടും ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ മൈൻഡ് സെറ്റ് കൊണ്ടുവന്ന് ബിസിനസ് ബിൽഡ് ചെയ്താൽ ചെറിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സമൃദ്ധിയിലോട്ട് എല്ലാ ആളുകൾക്കും പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഓക്സിജൻ ഇവിടെ സംവിധാനിച്ച പോലെ സമൃദ്ധിയും സൃഷ്ടാവ് വളരെ ഇഷ്ടം പോലെ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പണ്ട് കാലത്ത് സമൃദ്ധി ഉണ്ടായിരുന്നു, പക്ഷെ ആളുകൾക്ക് ഈ മൈൻഡ് സെറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറെ ആളുകൾ പാവപ്പെട്ടായിരുന്നു, ഉള്ള ആളുകൾ തന്നെ ആകെ കുറച്ചുള്ളതായിരുന്നു. ആ ഉള്ള ആളുകളിൽ വലിയ ശതമാനം ആളുകളും പാവപ്പെട്ടവരായിരുന്നു. വളരെ കുറച്ച് ആളുകളാണ് റിച്ച് ആൻഡ് മൈൻഡ് സെറ്റിൽ വലിയ കോടികൾ ഉണ്ടാക്കിയിരുന്ന ഒരു 100 കൊല്ലം മുന്നത്തെ വർഷം മുന്നത്തെ കാര്യം പറയും. പക്ഷെ അന്ന് ഇവിടെ ദാരിദ്ര്യമായിരുന്നു. നേരക്ക് ഭക്ഷണം കിട്ടുന്നില്ല, ചോറ് കഴിക്കാൻ ചോറില്ല, ഓണത്തിനും പെരുന്നാളിനും ചോറുണ്ടായിരുന്നേ. അങ്ങനെയാണെങ്കിൽ പ്രകൃതിപരമായിട്ടുള്ള ഒരു സാധനം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്, അതായത് പ്രകൃതിയില് ഇന്ന് മനുഷ്യന്റെ എണ്ണം കൂടി കോടിക്കണക്കിന് ജനം കൂടി. നമ്മുടെ നാട്ടിൽ പോലും പണ്ട് പാറപ്പുറമായിട്ടും കാടായിട്ടും കിടന്നിരുന്ന സ്ഥലത്ത് പോലും ഇന്ന് വീടുകളായി. പക്ഷെ പണ്ട് കാലത്തുള്ള ആളുകളെ പോലത്തെ ഒരു വറുതിയുടെ കാലം ഒന്നും പട്ടിണി ഇറക്കുന്നുണ്ടോ? അതല്ലെന്നുണ്ടെങ്കിൽ ഇറച്ചിയും മീനും അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കാണ്ട് ജീവിക്കുന്നുണ്ടോ? ഞാൻ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത്. ഇനി അങ്ങനെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അവരുടെ മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ 99% ഞാൻ പറയുന്നത് ഇന്ന് മൈൻഡ് സെറ്റ് മാറിയതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിത രീതി മാറി. പക്ഷെ ജനം കൂടിയപ്പോഴും സമൃദ്ധി ഇഷ്ടം പോലെ വന്നോണ്ടിരിക്കുകയാണ്. ആണോ അല്ലേ? ആ ചിന്ത ഉണ്ടെങ്കിൽ സമൃദ്ധി ഇവിടെ ഇഷ്ടം പോലെ എത്ര കോടി ജനം വന്നാലും ആ ജനത്തിനൊക്കെ ജീവിക്കാനുള്ള ഭക്ഷണം സംവിധാനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ വളരെ ഡ്രൈ ആയി കിടന്നിരുന്ന എന്താ പറയാ മരുഭൂമികള് ഇന്ന് കോടാനക്കോടിന്റെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്ന ജനങ്ങളെ മുഴുവനും ആകർഷിക്കുന്ന രീതിയിലുള്ള സിറ്റി എന്ന് പറയും. എന്താ കാരണം? ഉള്ളിലുള്ള ആ ഒരു സമൃദ്ധിയുടെ ലോകം മനുഷ്യൻ പുറത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ആ പറയുന്ന ഡ്രൈ ആയി കിടക്കുന്ന ആ ഒരു മരുഭൂമി പോലും എന്ത് ചെയ്യും, സമൃദ്ധിയുടെ കോടാനക്കോടി ബിസിനസ്സും വരുമാനവും ലൈഫ് സ്റ്റൈലും ലക്ഷറി ലൈഫ് സ്റ്റൈലും ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിട്ട് മാറി. ഇതുപോലെയാണ് ഭൂമിനെ ദൈവം സൃഷ്ടിച്ചുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഉള്ളിലുള്ള ആ ഒരു ലോകത്തിനെ വിശാലമാക്കി എല്ലാ ആളുകൾക്കും വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്ത് സമൂഹത്തിലും കുടുംബത്തിലും പേഴ്സണലായിട്ടും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ മാറ്റാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാണ്, പ്രാർത്ഥിക്കാണ്. എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് ഇതുവരെ എന്നെ കേട്ടുള്ള എല്ലാ ലീഡേഴ്സിനും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരിക്കൽ കൂടെ ശാന്തിയും സമാധാനവും സന്തോഷമൊക്കെ നിറഞ്ഞ ദിവസങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ ഇത് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.